ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പലരും പറയും സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെ. പക്ഷേ അത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ചെറിയ അവയവമാണ്. അതെ, നമ്മുടെ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ പല സൂപ്പർ കമ്പ്യൂട്ടറുകളേക്കാൾ അത്ഭുതകരമാണ്. അത് കാരണമാണ് നമുക്ക് ചിന്തിക്കാനും സംസാരിക്കാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത്. ഹലോ എവരിവൺ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രൈം ഫോക്കസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബ്രെയിനിനെ കുറിച്ചാണ്. കോടിക്കണക്കിന് സെൽസ് കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കളിക്കാനും ചാടാനും ഓടാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്നത്. നമ്മുടെ ബ്രെയിൻ ചെറുതാണ്, പക്ഷേ പവർഫുൾ ആണ്. നമ്മുടെ ശരീരത്തെ അപേക്ഷിച്ച് നമ്മുടെ ബ്രെയിൻ ചെറുതായിരിക്കും, പക്ഷേ നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗം എനർജിയും നമ്മുടെ ബ്രെയിൻ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ ബ്രെയിന് വേദന അനുഭവപ്പെടില്ല. നമുക്ക് തലവേദന വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ചുറ്റുമുള്ള ഭാഗങ്ങൾക്കാണ് വേദന അനുഭവപ്പെടുന്നത്, പക്ഷേ നമ്മുടെ ബ്രെയിനിനല്ല. കേൾക്കുമ്പോൾ ഇത് ആശ്ചര്യപ്പെട്ടേക്കാം, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്നില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുകയാണ്. പുതിയ പുതിയ മെമ്മറികൾ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ഉറക്കം. നമ്മുടെ ബ്രെയിൻ ഒരു സ്റ്റോറേജ് പോലെയാണ്. അത് കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും എല്ലാം സ്റ്റോർ ചെയ്തു വെക്കുന്നു. ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഹാപ്പി ആവുന്നു. നമ്മുടെ മൈൻഡ് ഹാപ്പി ആകുമ്പോൾ നമ്മുടെ പ്രഷർ കുറയുന്നു. നമ്മുടെ പ്രഷർ കുറയുമ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നു. അതുകൊണ്ട് എല്ലാവരും ചിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതെല്ലാം നമ്മുടെ ബ്രെയിനിനെ പവർഫുൾ ആകുന്നു. പുതിയൊരു സ്കില്ല് പഠിക്കുന്നതും പുതിയൊരു ബുക്ക് വായിക്കുന്നതും പല കാര്യങ്ങൾ പഠിക്കുന്നതുമെല്ലാം നമ്മുടെ ബ്രെയിനെ വീണ്ടും പവർഫുൾ ആക്കുന്നു. വെള്ളം കുറഞ്ഞാൽ അത് ബ്രെയിനിനെ ബാധിക്കും. നമ്മൾ വെള്ളം കുറച്ച് കുടിച്ചാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. ക്ഷീണം അനുഭവപ്പെട്ടാൽ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അത് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുക. നമ്മുടെ ബ്രെയിനിൽ ഒരു ചെറിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് കാരണമാണ് നമ്മുടെ ശരീരം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ലോകത്ത് സ്വപ്നം കാണാത്തവരായ ആരുമില്ല. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന പലരും നമ്മൾ ഇതിനു മുമ്പ് കണ്ടു മറന്നവരായിരിക്കും. നമ്മുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ്. അത് പല കാര്യങ്ങളും ശേഖരിച്ചു വെക്കും. അതുമൂലമാണ് നമ്മൾ ഉറക്കത്തിൽ സ്വപ്നമായി കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ.